3 കോടി രൂപയ്ക്ക് മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്ത് എലത്തൂർ എംഎൽഎ വിദ്യാ ബാലകൃഷ്ണനെ വിളിച്ചത് ദില്ലിയിലെ സൈബർ തട്ടിപ്പ് സംഘം. വാട്സ്ആപ്പ് കോൾ ആണ് വന്നത്. സിം കാർഡ് ഉടമയുടെ മേൽവിലാസം അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സംഭവത്തിൽ പ്രിയങ്ക ഗാന്ധി വയനാട് സൈബർ പോലീസ് നൽകിയ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തു. പ്രിയങ്ക ഗാന്ധി എംപിയുടെ ഓഫീസിൽ നിന്ന് രാജ്കുമാർ ആണെന്ന് പരിചയപ്പെടുത്തിയാണ് കഴിഞ്ഞ 6-ാം തീയതി വിദ്യാ ബാലകൃഷ്ണന് ഫോൺ കോൾ വന്നത്. ഇംഗ്ലീഷിലായിരുന്നു സംസാരം. ജില്ലയിലെ എംപിയിൽ നിന്നാണ് നമ്പർ വാങ്ങിയതെന്നാണ് വിളിച്ച രാജ്കുമാർ വിദ്യയോട് പറഞ്ഞത്. നമ്പറിന്റെ ഉടമ തന്നെയാണോ എംഎൽഎ വാട്സ്ആപ്പ് കോൾ ചെയ്തത് എന്ന കാര്യത്തിൽ സ്ഥിരീകരണമില്ല. ശാസ്ത്രീയ പരിശോധനാ ഫലം വന്നാൽ അന്വേഷണ സംഘം ദില്ലിയിലേക്ക് പോകും. മന്ത്രിസഭാ പുനഃസംഘടന ഉടൻ വരുമെന്നും 3 കോടി രൂപ നൽകിയാൽ മന്ത്രിയാക്കാമെന്നുമായിരുന്നു വിദ്യയ്ക്ക് ലഭിച്ച വാഗ്ദാനം. സംശയത്തെ തുടർന്ന് പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോഴാണ് തട്ടിപ്പാണെന്ന് തിരിച്ചറിഞ്ഞത്. പാർട്ടി നിർദ്ദേശത്തെ തുടർന്നാണ് കഴിഞ്ഞ 11-ന് പരാതി നൽകിയത്. മന്ത്രിയാക്കാനുള്ള നടപടിക്രമങ്ങൾ വിവരിച്ച് ഇംഗ്ലീഷിലെ സംഭാഷണം 10 മിനിറ്റോളം നീണ്ടപ്പോഴാണ് വിദ്യയ്ക്ക് സംശയം തോന്നിയത്. തുടർന്ന് വിദ്യയുടെ ഫോൺ നമ്പർ കൈമാറിയെന്ന രാജ്കുമാർ എന്നയാൾ വിളിച്ച ജില്ലയിലെ എംപിയോട് വിദ്യ ഇക്കാര്യം ചോദിച്ചു. AICC ആസ്ഥാനത്ത് നിന്നാണെന്ന് പറഞ്ഞ് ഒരാൾ വിളിച്ചെന്നും ജില്ലയിലെ 2 MLA-മാരുടെ ഫോൺ നമ്പർ വാങ്ങിയെന്നും അദ്ദേഹം മറുപടിയും നൽകി. വിദ്യാ ബാലകൃഷ്ണൻ ലഭിച്ചതിന് സമാനമായി മറ്റു ജില്ലാ പ്രതിനിധികൾക്കും ഓഫർ ലഭിച്ചതായും സൂചനയുണ്ട്. സംഭവത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നതടക്കം പോലീസ് അന്വേഷിക്കും. കൈരളി ന്യൂസ്, കോഴിക്കോട്.